എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആരോഗ്യം ആഹാരത്തിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രണ്ട് വിഭവം, ഒന്ന് ഫിഷ് കൊണ്ടും ഒന്ന് ചിക്കൻ കൊണ്ടുമാണ്. അപ്പോൾ ആദ്യം ഫിഷ് കൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതും പ്രത്യേകത ഉള്ള ഒരു കറിയാണ്. അതായത് ക്യാരറ്റ് ജ്യൂസിലാണ് ഈ കറി നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തതായി ചിക്കൻ സിക്സറാണ്. ആ ചിക്കൻ സിക്സർ എന്നുള്ള പേര് തന്നെ 6 ഐറ്റം മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് അതിന് ചിക്കൻ സിക്സർ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ രണ്ട് വിഭവങ്ങളിൽ ആദ്യമായിട്ട് ക്യാരറ്റ് ജ്യൂസിലുള്ള ഫിഷ് കറിയാണ്. അപ്പം സാധാരണയായിട്ട് ഈ ക്യാരറ്റ് ജ്യൂസിൽ ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നെയ്മീനാണ്, അതായത് അറയ്ക്ക മീനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതല്ലെങ്കിൽ കുറച്ച് നല്ല ദശക്കട്ടിയുള്ള നല്ല മീനുകളാണ്, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനുകളുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ചെമ്മീനിൽ വെച്ചിട്ടാണ്, അതായത് കൊഞ്ച്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ചേരുവകളും പറയാം. ചെമ്മീൻ, ക്യാരറ്റ് ജ്യൂസ്, തക്കാളി ജ്യൂസ്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, കൊടംപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, റീഫൈൻഡ് ഓയിൽ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്യാരറ്റിൻ്റെ ജ്യൂസറിൽ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ജ്യൂസറിലല്ല എടുത്തത്, മിക്സിയിൽ അടിച്ചു. കാരണം കുറച്ച് നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടണ്ടേ. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് എന്തായാലും കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചു. അത് നല്ല ചുവന്ന തക്കാളി ഉണ്ടല്ലോ, അധികം കുരുവില്ലാത്ത തക്കാളി, ആ തക്കാളിയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ ഈ മീൻകറി ആർക്കും കഴിക്കാം, കാരണം ഏത് രോഗമുള്ളവർക്കും കഴിക്കാം. അൾസർ ഉള്ളവർക്കും, അതേപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും, അതേപോലെ ഷുഗർ ഉള്ളവർക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഈ കറിക്ക് ഞാൻ അതല്ലാതെ ഉപയോഗിക്കുന്നത് ഉള്ളിയാണ്, ചെറിയ ഉള്ളി, സവാള ഉപയോഗിക്കരുത്. അപ്പോൾ ഉള്ളി ഇതേപോലെ നന്നാക്കി, അപ്പോൾ ക്യാരറ്റ് ജ്യൂസിലുണ്ടാക്കുന്ന കറിയാകുമ്പോൾ എല്ലാ സാധനങ്ങളും നല്ലത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉള്ളി ഇങ്ങനെ വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 3 കഷ്ണം വരെയായിട്ട് മുറിക്കാം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉള്ളിയായാലും സവാളയായാലും ഒക്കെ അതിൻ്റെ മൂക്ക് നന്നായി ചെത്തിക്കളയും. ഇവിടെ നല്ല വൃത്തിയിൽ ചെത്തിക്കളയും, എവിടെയും ചെത്തിക്കളഞ്ഞിട്ടുള്ള ഉള്ളിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ അങ്ങനത്തെ ഉള്ളി ഉപയോഗിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല. ഉള്ളിയുടെ ഏറ്റവും അധികം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗം ഈ മൂക്കിന് ചുറ്റുമുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മളത് ചെത്തിക്കളഞ്ഞാൽ നമ്മൾ ഉള്ളി കഴിക്കുന്നതിൻ്റെ പകുതി ഗുണമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ കഴിയുന്നതും ഉള്ളിയുടെ ഇങ്ങനെ നാര് പോലെ നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് മാത്രം അടത്തി കളഞ്ഞിട്ട് ഉള്ളി ഉപയോഗിക്കണം. അപ്പോഴാണ് ഉള്ളിയുടെ പൂർണ്ണമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനൊരു 10-12 ഉള്ളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ സവോളയായാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഒരു 10-12 ഉള്ളി റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം, വളരെ കുറച്ച്. അത് റീഫൈൻഡ് ഓയിൽ ആണ് ഞാൻ ഒഴിക്കുന്നത്. റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു, അതൊന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടണം. ഉള്ളി ഇട്ടു. ഇനി അതെന്താ വെച്ചാൽ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം, അല്ലാതെ നല്ല മൊരിഞ്ഞ് വരരുത്. ഒരു പകുതി വേവിൽ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഉള്ളി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് പൊടി, ഇതും കാശ്മീരി മുളക് പൊടിയാണ്, അതായത് പിരിയമുളകിൽ നിന്ന് ഉണ്ടാക്കുന്ന പൊടി. ഇതിൻ്റെ എരിവ് കുറവായിരിക്കും, അതേപോലെ തന്നെ കൊഴുപ്പ് കൂടുതലും ഉണ്ടായിരിക്കും. അപ്പം നല്ല കറിക്ക് നല്ല കളറായിരിക്കും. നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഈ പൾസർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. മുളക് മൂത്തിട്ടുള്ള ചെറിയ മണം വന്നു തുടങ്ങി. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി,
ഇപ്പോൾ ചട്ടിയായ കാരണം തീ നല്ല സിമ്മിലിടണം. പിന്നെ നമ്മൾ കുറച്ച് എണ്ണയല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ, അപ്പോൾ പെട്ടെന്ന് അത് കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ നല്ല മുളകൊക്കെ മൂത്തിട്ടുള്ള ഉള്ളിയൊക്കെ മൂത്തിട്ടുള്ള നല്ല മണം വരുന്ന സമയത്ത് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിക്കുക. അപ്പോൾ ഈ തക്കാളിയുടെ മാത്രം പുളി ചിലപ്പോൾ മതിയായി എന്ന് വരില്ല. കാരണം നാടൻ തക്കാളിക്ക് നല്ല പുളി ഉണ്ടാവും. അതല്ല മറ്റ് വരവ് തക്കാളികളുണ്ടല്ലോ, അപ്പോൾ ആ തക്കാളികൾക്ക് പിന്നെ പുളി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 കുടംപുളിയുടെ കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചത് ഇതിലേക്ക് ഇടാം. പിന്നെ അധികം വെള്ളം ഒഴിക്കണ്ട, കാരണം ക്യാരറ്റ് ജ്യൂസ് എപ്പോഴും നല്ല ലൂസായിട്ടുള്ളതായിരിക്കും, തക്കാളി മാരിയല്ലല്ലോ. അപ്പോൾ ഇനി വെള്ളം ഇതിൽ ഒഴിക്കണ്ട. ഈ തക്കാളി ഒന്ന് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന മീൻ, അപ്പോൾ സാധാരണയായിട്ട് ഇത് നെയ്മീനിലാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ചെമ്മീനിലുണ്ടാക്കിയാലും സ്വാദ് തന്നെയാണ്. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ചെമ്മീൻ ഇടാം. അപ്പോൾ ഒന്ന് തീ കൂട്ടിയിട്ട് തക്കാളി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതൊരു പ്രത്യേക തരം ഫിഷ് കറിയാണ്, വളരെ സ്വാദാണ്. പിന്നെ ഇപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചുവന്ന കറിയാണ് ഏറ്റവും നല്ലത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുളക് മാത്രമുള്ള കറികളാണ് ഏറ്റവും അവർക്ക് കഴിക്കാൻ നല്ലത്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ തേങ്ങയും മല്ലിയും ഒന്നും ചേർക്കാത്ത ഈ കറി. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉള്ളി മുളകും അരച്ചിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് ഉണ്ടാക്കാറ്. ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. പിന്നെ ചെറുതായിട്ട് ഇതിന് തള വരണം. തള വരുമ്പോൾ നമുക്ക് മീനിടാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ 1/2 കിലോ മീൻ എടുക്കണമെന്ന് വെച്ചാൽ 1/2 കിലോ തക്കാളി തന്നെ ജ്യൂസ് അടിച്ചെടുക്കണം. അതേപോലെ തന്നെ 1/2 കിലോ ക്യാരറ്റും ജ്യൂസ് എടുത്ത് വെക്കണം. അപ്പോൾ അതാ നമ്മൾ തക്കാളി, കുടംപുളിയും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഉള്ളത് നന്നായി തള വന്നു. അപ്പോൾ ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇടാം. അപ്പോൾ മീനും അല്ലേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ആ തക്കാളിയുടെയും ആ മുളക് പൊടിയുടെയും ഒക്കെ നിറം കാണാൻ വളരെ ഭംഗിയാണ്. ഇനിയിപ്പോൾ മീനിട്ട സ്ഥിതിക്ക് നമ്മൾ കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് ഈ മുളകും ഈ മീനിലെല്ലാം പിടിച്ച് നന്നായി ഡ്രൈ ആയിട്ട് വരും. ആ സമയത്താണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് വെള്ളം കൂടി വരും. അപ്പോൾ അത് ടേസ്റ്റ് കുറയുമല്ലോ, മീനിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ അത് നന്നായിട്ട് പറ്റട്ടെ. അതുവരെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചെമ്മീനും നല്ല തള വന്നു. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് എപ്പോഴും കുറച്ച് ചേർക്കുക. എന്നിട്ട് അവസാനം കറിയൊക്കെ വെന്തതിന് ശേഷം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ജാസ്തിയാവുന്ന പ്രശ്നം വരില്ലല്ലോ. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. നമ്മുടെ തക്കാളി ജ്യൂസിൽ ചെമ്മീനൊക്കെ നന്നായി പിടിച്ചു. കണ്ടോ, നല്ല കട്ടിയുള്ള കറിയായി തീർന്നു. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കും. ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളമാവരുത്, ആവശ്യമുള്ളത് മാത്രം ഒഴിക്കുക. എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള ഒഴിച്ചാൽ മതി. ഇത്ര മതി. ഇതിപ്പോൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള കറിയാണ്. ഇപ്പോൾ ചോറിനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിന് വെള്ളത്തിന് പകരം ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ചപ്പാത്തിയുടെ ശരിയായിട്ടുള്ള പാകമാണ്. ഇനി ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചിട്ട് ഒരുപാട് തിളക്കരുത്. ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പത വന്ന് ചെറിയ ആവി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആ ക്യാരറ്റിൻ്റെ കൂടി ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും ഇടാം. ഈ കറിവേപ്പില നമ്മൾ ശരിക്കും ഇതുപോലെ ഇട്ടിട്ടൊരു കാര്യമില്ല, കാരണം അത് അപ്പത്തൊരു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയും. ശരിക്കും വേണ്ടത് കറിവേപ്പില കുറച്ച് അരച്ച് ചേർക്കുക. ഇപ്പോൾ നമ്മൾ പിന്നെ മുളകൊക്കെ അരയ്ക്കുന്ന സമയത്ത് അതിലൊരു 5-6 എണ്ണമെങ്കിലും മതി. കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ വയറ്റിൽ വല്ല വിഷാംശം വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ശുദ്ധീകരിക്കാൻ കറിവേപ്പിലയ്ക്ക് കഴിയും.